തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കാറിലിരുന്ന് പോലീസുകാരുടെ മദ്യപാനം. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് SI വിനു എന്ന് പറഞ്ഞ ആളും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അരുൺ, രതീഷും അഖിൽ രാജും, അരുണ്, മനോജ് കുമാർ, ഇങ്ങനെ 6 പേരാണ് ആ കാറിലുണ്ടായിരുന്നത്. 4 പേര് മദ്യപിക്കുന്നത് കൃത്യമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന ആരോ അത് അവരുടെ മൊബൈലിൽ പകർത്തി. അതിനുശേഷം അത് വൈറലായി. വലിയ വലിയ നെറ്റിസൻസ് ഉൾപ്പെടെയുള്ളവരുടെ കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പോലീസുകാർ മഫ്റ്റിയിലെ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ഒരു കാറിലിരുന്നാണ് ഈ മദ്യപാനം നടത്തിയത്. മാതൃക കാണിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതുപോലെ മദ്യവെച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിക്കുന്നതും അവരൊക്കെ ബുക്ക് ചെയ്യുന്നതും കേസെടുക്കുന്നതൊക്കെ ഇതേ പോലീസുകാരാണ്. അവരാണ് ഈ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ മഫ്റ്റിയിലെ ഒരു കാറിലിരുന്ന്. പൊതുജനങ്ങൾ എത്ര പേര് വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അത് ആരോ ബുദ്ധിയുള്ളവർ അത് ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് മൊബൈലിൽ പകർത്തി, അതങ്ങ് അന്തരീക്ഷത്തിലോട്ട് അങ്ങ് പകർത്തി കഴിഞ്ഞു. ഏതായാലും 6 പേർക്കും സസ്പെൻഷൻ കിട്ടി. ആ വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. ഈ എയറിലായ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലായ ഇവരുടെ 6 പേരുടെയും മദ്യപിക്കുന്ന രംഗങ്ങൾ അത് വൈറലായി കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അത് ഒതുക്കാനായിട്ട് പറ്റിയില്ല. അവർ റിപ്പോർട്ട് ചെയ്തു. അതനുസരിച്ചാണ് 6 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് കഴക്കൂട്ടത്തിനടുത്ത് പോലീസ് സ്റ്റേഷൻ മുമ്പിലുള്ള ഒരു ഹോട്ടലുകാരൻ്റെ മകളുടെ കല്യാണം. അതിന് തീർച്ചയായിട്ടും ബാറുകാരല്ലേ, പോലീസിനെ മുഴുവൻ ആൾക്കാരെയും അവർ ക്ഷണിക്കും. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ആൾക്കാരെയും ക്ഷണിച്ചു. അതിന് മുന്നോടിയായിട്ട് ഒരു കാറിൽ മദ്യമായിട്ട് പോലീസ് സ്റ്റേഷനോട്ട് അങ്ങ് കൊടുത്തു വിട്ടു. മദ്യം കണ്ടു കഴിഞ്ഞപ്പം തന്നെ പരിസരമെല്ലാം പോലീസുകാർ മറന്നു, ആക്രാന്തമായി ഇത് കുടിക്കുക എന്നുള്ള. എന്നാൽ പോകുന്ന വഴിക്ക് കുടിക്കാൻ ഉദ്ദേശിച്ചാണ് കാറിൽ ഇത് കൊടുത്തു വിട്ടതായിരിക്കാം. പക്ഷേ ഇത് കണ്ടപ്പം മുതൽ അവർക്ക് അതിൽ നിന്ന് നിർത്താൻ പറ്റിയില്ല. ഉടൻ തന്നെ കാറിനകത്ത് കയറിയിരുന്ന് കുടിക്കുന്ന രംഗങ്ങളാണ് കണ്ടത്. വളരെ ആർത്തിയോടെയുള്ള കുടിയായിരുന്നു അത്. അതുകൊണ്ടാണ് അത് പബ്ലിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് തന്നെയല്ല, ആ കുടിച്ച ശേഷം ആ വാഹനം ആ ബാർ മുതലാളിയുടെ വാഹനമായിരുന്നു. ആ വാഹനം ഓടിച്ചത് അവിടുത്തെ ഗ്രേഡ് SI ആണ്. അയാൾ മദ്യപിച്ചു ആ കാർ ഓടിച്ചു എന്ന വകുപ്പിനകത്ത് പെടും. അതുകൊണ്ട് അതിന് പ്രത്യേകം കേസെടുക്കുന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. 6 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? പോലീസിൻ്റെ ഇമേജ് കളഞ്ഞു കുളിച്ചല്ലോ. രണ്ടാമത്, ഈ മദ്യപിക്കുന്ന ആൾക്കാരല്ലേ ഓരോ സത്യസന്ധമായ ചില കേസുകൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. കാരണം അപ്പുറത്തും ഇപ്പുറത്തോട്ടും അവർ ചാടിക്കൊണ്ടിരിക്കും. കാരണം കുറ്റവാളിയെ രക്ഷപ്പെടുത്താനുള്ള ചാട്ടവും ഉണ്ടാവും. കാരണം ബാർ മുതലാളിമാർ അവർ പറയുന്നതിന് അപ്പുറത്തോട്ടൊന്നും മദ്യപിക്കുന്ന കുടിയന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിക്കില്ല. ബാർ മുതലാളിമാരും അവരുടെ ആശ്രിതർക്ക് എത്ര തെറ്റുണ്ടായാലും ശരി, അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല ഫ്രീ ആയിട്ട് മദ്യം കഴിക്കുന്ന ഇവർക്കുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് ഗ്രേഡ് SIയെ റിവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ളവരെ ഈ 6 പേരെയും എയർ ക്യാമ്പിലോട്ട് അയച്ച് അവർക്ക് റിവേർഷനാണ് അടിയന്തരമായിട്ട് കൊടുക്കേണ്ടത്. ഇത്ര നാളും ശമ്പളം വാങ്ങിച്ച് പൊതുജനങ്ങളെ സേവിച്ച് ശമ്പളം വാങ്ങിച്ചെന്ന് പറയുന്ന അവർ അത്ര ശമ്പളം ഇനി വാങ്ങിക്കാൻ പാടില്ല. അതുകൊണ്ട് റിവേർഷൻ വേണം, ഗ്രേഡിന് റിവേർഷൻ വേണം. ഗ്രേഡ് കിട്ടിയ പോലീസുകാർ സിവിൽ പോലീസ് ഓഫീസറുണ്ടെങ്കിലും അവരെയും കൂടെ റിവേർട്ട് ചെയ്യണം. ഇവർക്ക് ഇൻറ്റൻസീവ് ട്രെയിനിങ് 6 മാസം അല്ല 1 വർഷമെങ്കിലും പോലീസ് ക്യാമ്പിലോട്ട് കൊടുക്കേണ്ടി വരും. പരേഡിൽ 1 വർഷത്തേന് അവരെ അയക്കണം. എങ്കിൽ മാത്രമേ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി ഇവരുടെ പേരിൽ നടത്തണം. കാരണം ആരാണ് ഈ മദ്യം ഇവർക്ക് കൊടുത്തത്, അത് ബാറുകാരൻ്റെ ആണ് കൊടുത്തെങ്കിൽ അയാളുടെ പേരിൽ നടപടി എടുക്കേണ്ടി വരും. പബ്ലിക്കായിട്ട് റോഡിലുള്ളവർക്കൊക്കെ വിതരണം ചെയ്യാനുള്ളതല്ല. റോഡിൽ വന്ന് അവിടെ ഈ ഹോട്ടലിൽ വന്നിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. റോഡ് നീളെ ഈ കുപ്പി വിൽക്കാനുള്ള അർഹത ലൈസൻസ് അവർക്കില്ല. അതുതന്നെയല്ല, അങ്ങനെ ഒരു ലൈസൻസ് കേരളത്തിലും ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ബാർ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾ കാറ് കൊടുത്ത് മദ്യവും കൊടുത്ത് വിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അവരെ കൊണ്ടും അവിടെ മദ്യപിക്കുന്ന ഒരു സീൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാറുകാരൻ്റെ ലൈസൻസും ക്യാൻസൽ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. അയാൾ വയലേറ്റ് ചെയ്തല്ലോ, പോലീസാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ
അവർ റെഗുലേഷൻസ് ബാർ ലൈസൻസ് കൊടുത്തതിനകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്, അത് വയലേഷൻ നടന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു നടപടി കൂടെ എടുക്കണം, എങ്കിലേ ഇങ്ങനെയുള്ള പ്രവണതകൾ പലതും അവസാനിക്കുകയുള്ളൂ. എന്തായാലും ഇത് വളരെ വൈറലായി, പോലീസിൻ്റെ ഇമേജ് ധാരാളം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഈ കഴക്കൂട്ടത്ത് ഉള്ള ആ ടെക്നോ പാർക്കിൻ്റെ ആ ഏരിയ വരുന്നിടത്തെല്ലാം പണം ഒഴുകുന്ന സ്ഥലമാണ്. ചാരായവും ലിക്കറും ഫോറിൻ ലിക്കറും ഒക്കെ ഒഴുകുന്ന സ്ഥലം, MDMA ഡ്രഗ്സുകളും അതുപോലെ ഒഴുകുന്ന സ്ഥലങ്ങളും, അതുപോലെ ക്രിമിനൽ വാസനയുള്ളവർ ധാരാളം അവിടെ ചേക്കേറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ശക്തമായ നടപടികൾ ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എതിരായിട്ടുണ്ടാകണം. ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്തിന് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ഡ്രഗ്സും മദ്യപിച്ചും കണ്ട അവിടുത്തെ മുഴുവൻ സ്റ്റാഫിനെയും കഴിഞ്ഞ 1 വർഷം മുമ്പ് ഒന്നിച്ച് സ്ഥലം മാറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊരു ഡ്രഗ്സ് പ്രോണായിട്ടുള്ള, അതുപോലെ ലിക്കർ പ്രോണായിട്ടുള്ള ഒരു ഏരിയ തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ, 2 പോലീസ് സ്റ്റേഷനിലും. അതുപോലെ അവിടുത്തെ സ്റ്റാഫ് ഭൂരിപക്ഷം ആൾക്കാരും മദ്യപിക്കുന്നവരാണ്. എൻറ്റയറായിട്ട് ഇവിടുത്തെ ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും കമ്മീഷണർ തയ്യാറാകണം.